വർഗീയത പ്രചരിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിത്തിരിക്കാം എന്ന് പറയും. ആരൊക്കെയാണ്? മനുഷ്യനെ വീട്ടിൽ കയറാതെ പട്ടി അഴിച്ചു വിടുന്ന DGPയുടെ മത്സരം. വീട്ടിന്റെ അടുത്ത് ചെന്നാൽ പട്ടി അഴിച്ചു വിടും. ഏത് അകത്ത് 12 പോലീസുകാർ അകത്ത് കയറിയാൽ ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. ഇവർക്ക് എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ്? ജോലി ചോദിച്ചിടക്ക് പട്ടി എത്തി കിടന്നാൽ ആര് പോകും? ഇവരാരും പോകുമോ? ഞാൻ ഒന്നും പറയുന്നതല്ല, ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ സത്യമല്ലേ പറയുന്നത്. 12 പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീടിൻ്റെ ഉള്ളിൽ കയറുമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സന്തോഷമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരെയും ജനങ്ങളുടെ നടുക്കോട്ട് ഇറക്കിക്കൊണ്ട് ഒരു ശിക്ഷ കൂടിയാണ്. ചിലരുടെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ, മനുഷ്യനെ കണ്ടാൽ ചിരിക്കാതെ, മനുഷ്യനെ കണ്ടാൽ മാറ്റി നിർത്തുന്ന, മനുഷ്യർ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവത്തിന്റെ പ്രതികാരം, ഒരു ദൈവത്തിന്റെ പ്രതികാരമായി ഞാൻ കാണുകയാണ്. അവർക്കും വരേണ്ടി വന്നല്ലോ എന്നെ ഒന്ന് സഹായിക്കും. ഒന്നുമില്ലേലും DGP ഇറങ്ങി നമ്മളെ ഒന്ന് സഹായിക്കണം, വോട്ട് തരണം എന്ന് പറയുന്ന കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കി തന്നതിൽ നന്ദിയുണ്ട്. ഏതായാലും അതൊക്കെ കാണുന്ന പല തമാശകളും തെരഞ്ഞെടുപ്പ് കാലത്ത് കാണാം. അങ്ങനെ പല തമാശകളും തൃശ്ശൂരുകാരെ പറ്റി അവർക്ക് ഓർത്താൽ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാം. എന്ത് പറയാം, അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും. അത് വേറെ ലോകത്താണ്. നമ്മളിപ്പോൾ എയിംസ് എവിടം വരെ എത്തിയെന്ന് അറിഞ്ഞില്ല. തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇതുവരെ തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല. ആലപ്പുഴയ്ക്ക് കിട്ടി, പിന്നെ തൃശ്ശൂരിന് കിട്ടി, പാലക്കാടിന് കിട്ടി, കോഴിക്കോടിന് കിട്ടി, കണ്ണൂരിന് കിട്ടിയെന്ന് കാസർഗോഡ് കിട്ടിയെന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ കൊടുക്കുമെന്നാണ്. ഇവിടെ ഇപ്പൊ വളരെ വ്യാപകമായ വിതരണമാണ്. കാരണം ഇതിങ്ങനെ പെട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ വരുമ്പോൾ മീൻ എന്നൊക്കെ വിളിക്കുന്നില്ലേ വണ്ടി. അതുപോലെ മീൻ കച്ചവടത്തിൽ വരുന്ന പോലെ എവിടെ എയിംസ് വേണോ, എയിംസ് റെഡി, എവിടെ വേണമെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവച്ച് കിട്ടും. എയിംസ് സ്വന്തമായിട്ട് വല്ല സ്ഥലം ഉണ്ടോ എന്ന് കൊടുക്കാനായി ഞാൻ പറയാം. എനിക്ക് കൊടുക്കാനായി, ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാനല്ല. ഇതൊക്കെ കണ്ട് നമ്മൾ ചിരിക്കാൻ എന്ന് പറയാറുണ്ട്. തൃശ്ശൂരുകാരെ പറ്റിയാണ് ഒരിക്കലും കുറ്റം പറയാം. അവർ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണുന്ന മിടുക്കന്മാരാണ്. കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്നതിലൊരു തമാശയുണ്ട്. അവരിതൊരു തമാശ കണ്ടുകൊണ്ട് ഇതിലെ കോമഡി കണ്ട് വോട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ തൃശ്ശൂരുകാർക്ക് പശ്ചാത്താപമില്ല. കാരണം ഞങ്ങളൊരു തമാശയ്ക്ക് ഒരു വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വേറെ കാര്യമില്ല. അവരത്രയും കണ്ടിട്ടുള്ളൂ. ഈ ഒരു തട്ടിപ്പ് പരിപാടികൾ ഇതിലൊക്കെ നമ്മൾ പറയും. ഇവിടെ എന്തൊക്കെയായിരുന്നു? ഇവിടുന്ന് ഒരു MP പ്രധാനമന്ത്രിയാണ് പറയും. ഇവിടുന്ന് ഒരു MP പാർലമെന്റിൽ തന്നാൽ ഇവിടെ പൊങ്കാവനമാക്കുമെന്നാണ്. പിന്നെന്താ 8 കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ്. തൃശ്ശൂരത്തെ MP ചുറ്റും 8 കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ്. ആരാ 8 മന്ത്രിമാരെന്നറിയാം? രാജ്നാഥ് സിംഗ്, പിന്നെ അമിത്ഷാ, തൃശ്ശൂർ MP ചുറ്റും വട്ടം നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ നിതിൻ ഗഡ്കരി. അങ്ങനെ പോകുന്നു. ഒരു നിര 8 പേര് വട്ടം. ഇപ്പൊ വട്ടം നിൽക്കുക. നമ്മൾ വോട്ട് ചെയ്തൊരു വട്ടം നിൽക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. പിന്നെ കലഞ്ഞ് വോട്ടഞ്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇറങ്ങിയിരുന്നു. ഇതൊക്കെ കേട്ട് നമ്മൾ ചിരിക്കാൻ പറഞ്ഞത് നമ്മൾ ഇത്തരം തമാശകൾ കേൾക്കാൻ അവസരമുണ്ടായി. ആ തമാശകൾക്ക് ഇവിടെ സ്ഥാനം. അത്തരം തമാശകൾക്കുള്ള ഒരു അവസരമല്ല ഈ തെരഞ്ഞെടുപ്പ്. ജനങ്ങളാൽ ഭരിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യമുള്ള തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന ആശയം കേരളത്തിൽ ഇന്ത്യ രാജ്യമായി നടപ്പിലാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യം ഞാൻ കേരളത്തിലാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ജീവൻ ഇരിക്കുന്നത് മഹാത്മജി പറഞ്ഞു. അത് നടന്നത് കേരളത്തിലാണ്. അത് തിരിച്ചറിയും. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ഒരുപാട് പുതിയ വർക്കുകൾ, റോഡുകൾ തന്നെ. ഞാൻ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. കാരണം 500ഓളം പുതിയ റൂട്ടുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. നോക്കുമ്പോൾ ഈ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഗ്രാമീണ റോഡുകളുണ്ട്. അവിടെ നിന്നും ഒരിക്കലും പ്രൈവറ്റ് ബസ്സോ KSRTC ബസ്സോ പോയിട്ടില്ല. ആ മേഖലകൾ എടുത്ത് നോക്കിയപ്പോൾ 504ഓളം റോഡുകളാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. കാരണം 504 പ്രദേശങ്ങളിൽ പുതിയ റോഡുകൾ രൂപീകരിച്ചു. ഈ ബസ്സുകൾ പോകാൻ പറ്റിയ റൂട്ടുകൾ, ഒരു റോഡല്ല, ഒരു റൂട്ടാണ്. അങ്ങനെയുള്ള അത്രയും റൂട്ടുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയാണ്. പുതിയ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമായി നിർമ്മിച്ച പുതിയ റോഡുകൾ. അത് മനുഷ്യനെ നടക്കാൻ പറ്റുന്ന റോഡായിരുന്നില്ല. അത്തരം റോഡുകൾ നമുക്ക് നൽകിയത് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ. അതുപോലെ കുടുംബശ്രീ, ഗ്രാമങ്ങളിലെ ഏറ്റവും വലിയ ശക്തിയായി സ്ത്രീകളുടെ ശക്തി. ആ കുടുംബശ്രീയെ UDF സർക്കാർ നശിപ്പിച്ചു കളഞ്ഞാണ്. 5 പൈസ കൊടുക്കാതെ നശിപ്പിച്ചു കളഞ്ഞല്ലേ. പിന്നെ തോമസ് ഐസക്ക് 1ാം പിണറായി സർക്കാരിൽ ധനകാര്യമന്ത്രിയായി വരുമ്പോൾ വീണ്ടും കുടുംബശ്രീ ജീവൻ വെച്ചു. ഇന്ന് കുടുംബശ്രീ കേരളത്തിന്റെ അഭിമാനമായി ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഇടതുപക്ഷ സർക്കാരുകളുടെ പിന്തുണയിൽ മാത്രമാണ് കുടുംബശ്രീ. അല്ലെങ്കിൽ കുടുംബശ്രീ തൊലഞ്ഞു പോയതാണ്. കുടുംബശ്രീ എന്നേക്കായിട്ട് പോയതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്.
ഭവന നിർമ്മാണ പദ്ധതികൾ ഇല്ലായിരുന്നതാണ് ആരോഗ്യരംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടം. അതിനെ കരിമാരിത്തേക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയ താലൂക്ക് പഞ്ചായത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും എല്ലാ മരുന്നുകളുമുണ്ട്, ലാബറട്ടറി സൗകര്യങ്ങളുണ്ട്. 6 മണി വരെ ഡോക്ടറുണ്ട്. മറ്റേ രാവിലെ 8 മണിക്ക് ഡോക്ടർ 8:30 9 മണി പോകുന്നതിലെ കറങ്ങിയിട്ട് 11 മണിക്ക് പോകുമായിരുന്നു. അപ്പോൾ വൈകിട്ട് 6 മണി വരെ ഡോക്ടറുള്ള ഫാമിലി ഹെൽത്ത് സെന്ററുകൾ. ഇതെല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഇതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളാണ്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിനെ കാണാൻ ഏറ്റവും താഴെ തട്ടി ജീവിക്കുന്നവരുടെ ജീവിതമാണ് സമ്പന്നമാണ്. എങ്കിൽ മാത്രമേ ഇവര് നാട് പുരോഗമിക്കൂ. പ്രമാണിയുടെ കയ്യിൽ കൂടുതൽ പൈസ വന്നുകൊണ്ടിരുന്നാൽ നാട് നന്നാവില്ല. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ സമ്പത്ത് വരികയും അവരുടെ ജീവിതം സുരക്ഷിതമാവുകയും അവരുടെ ജീവിതം സമ്പന്നമാവുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു സമൂഹം വളരുന്നത്. അവിടെയാണ് സാമ്പത്തികമായി പുരോഗമനപരമായി എല്ലാം ഒരു രാജ്യം വളരുന്നത്. അതാണ് സോഷ്യലിസം. അതാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ശക്തമായ പോരാട്ടം തിരുവനന്തപുരം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന മുഴുവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ BJP-ക്കാണെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ശ്രീ പൂജപ്പ രാധാകൃഷ്ണൻ ഇനിയുള്ള നാളുകൾ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ സമയം വികേന്ദ്ര സമയം കണ്ടത് നിങ്ങളുടെ നല്ല വാക്കുകൾ, നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉപയോഗിച്ചു ശ്രീ പൂജപ്പ രാധാകൃഷ്ണനെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി സ്ഥാനാർത്ഥിയായി ജഗതി ഡിവിഷനിൽ ജനവിധി തേടുന്ന ശ്രീ പൂജപ്പ രാധാകൃഷ്ണൻ ബസ് അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷന്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ ഞാൻ ഒറ്റയ്ക്കല്ല നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിർവഹിച്ചായി അറിയിക്കുന്നു.